ഈ സ്കൂള് RSS നിയന്ത്രിക്കുന്ന ഒരു ഇതാണ്, അൺഎയ്ഡഡ് ആണ്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ ആകെ ബന്ദിയാക്കി നിർത്താനോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം വേണ്ടാന്ന് വെക്കാനോ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കലല്ലോ. ഇതിൻ്റെ ഒരു വസ്തുത പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അങ്ങനെ കൊണ്ടുവരുന്ന മുറയ്ക്ക് നമുക്ക് ആ സ്കൂൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നൊക്കെ ഗവൺമെൻറ് തീരുമാനിച്ചോട്ടെ. ഇതിപ്പോൾ ഒരു മൂത്താന്തറയിൽ സ്കൂൾ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായി ഇത്തരം സ്കൂൾ RSS നിയന്ത്രിക്കുന്നുണ്ട്. ശാഖ നടത്തുന്നത് നിങ്ങളിപ്പോൾ തടഞ്ഞിട്ട് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണം എന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നത് RSSൻ്റെ ശാഖ നടത്തിയത് കൊണ്ട് ഈ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. രാഹുലിൻ്റെ വിഷയത്തിൽ CPM കേരളത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ യാതൊരു തരത്തിലും DYFIയും SFIയും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഹുലിൻ്റെ ഒരു പൊതുപരിപാടിയിലും കയറ്റില്ല എന്ന്. നിങ്ങൾക്ക് SFIനും DYFIനും നന്നായിട്ട് അറിയില്ലേ? കേരളത്തിലെ ഈ ഗവർണറിനെ തടയാൻ മാത്രം കരുത്തും ശേഷിയുമുള്ള ഈ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഓലപ്പാമ്പ് എന്ന് പറയുന്ന ഒരു കക്ഷിയെ വരച്ചവരയിൽ നിർത്താൻ വലിയ പണിയുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചാകെയുള്ള ഒരു നാടാണ് കേരളം. എന്നിട്ടൊരു ചുക്കും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് നടക്കാനാണ്? RSSൻ്റെ ശാഖ നടത്തുന്നതിനോടല്ല നമ്മുടെ പ്രശ്നം. അവർ ഈ ശാഖയിലൂടെ നാടിന് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ആ ഭീകരത വർഗീയ ഭീകരത, അതിനോടാണ് നമുക്ക് നല്ല ആശയപ്രചരണം വേണ്ടത്. അതിന് മാധ്യമങ്ങളൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കണം. നിങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ കാണിക്കുന്നൊരു ശുഷ്കാന്തി പോലെ RSSനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളിലും കാണിച്ചാൽ മതി. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി മാനേജ്മെന്റിനെ കൃത്യമായിട്ട്. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ CPM കേരളത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ യാതൊരു തരത്തിലും DYFIയും SFIയും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഹുലിൻ്റെ ഒരു പൊതുപരിപാടിയിലും കയറ്റില്ല എന്ന്. നിങ്ങൾക്ക് SFIനും DYFIനും നന്നായിട്ട് അറിയില്ലേ? കേരളത്തിലെ ഈ ഗവർണറിനെ തടയാൻ മാത്രം കരുത്തും ശേഷിയുമുള്ള ഈ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഓലപ്പാമ്പ് എന്ന് പറയുന്ന ഒരു കക്ഷിയെ വരച്ചവരയിൽ നിർത്താൻ വലിയ പണിയുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. അത് മറച്ചു വെക്കാനോ അതിനെ മറയിടാനോ ഞങ്ങൾ താല്പര്യം കാണിച്ചാൽ ഈ കേരളത്തിലെ പിന്നെ BJP എടുക്കുക. ഈ BJPൻ്റെ 10,000 വോട്ടല്ലേ ഈ രാഹുലിന് കിട്ടിയത്? അല്ലേ? SDP-ൻ്റെ ആയിരക്കണക്കിന് വോട്ടല്ലേ രാഹുലിന് കിട്ടിയത്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഹുലിൻ്റെ ലീഡ് പ്രഖ്യാപിച്ച് അവസാനമാകുമ്പോഴേക്കും SDPI നഗരത്തിൽ പ്രകടനം നടത്തി. SDPIൻ്റെ വോട്ട് കിട്ടി, RSSൻ്റെ വോട്ട് കിട്ടി. RSSൻ്റെ വോട്ടും വാങ്ങി MLA ആയി അവൻ പെണ്ണും പിടിച്ചാൽ അതിൻ്റെ ഉത്തരവാദി BJPക്ക് RSSനില്ലേന്ന്? അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ് ഈ വോട്ട് കൊടുത്തത് എന്ന് ഇവർക്ക് തോന്നണ്ടേ?